നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ ആധികാരികതയെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, കാരണം എനിക്കറിയില്ല. അതെ. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് നടക്കുന്ന മഹാസംഭവങ്ങളെ കുറിച്ചിട്ടും എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന മേഖലയിൽ ഞാൻ എന്തറിയും എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞാൻ എന്താണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ബിസിനസ്സിൽ വിനിയോഗിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് സാധിക്കാം. ഞാൻ പറയുന്നത് മുഴുവൻ ശരി എന്ന് വിശ്വസിക്കുന്നില്ല. നമുക്കൊക്കെ ഒരു തലച്ചോറുണ്ട്. അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ബിസിനസ്സിലേക്ക് നിങ്ങൾ കൂട്ടിച്ചേർക്കാൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ കൺസെപ്റ്റിലേക്ക് വരുന്നത് പിന്നെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. കോഴിക്കോട് സ്റ്റേഡിയം ബിൽഡിങ്ങിലായിരുന്നു. ഏകദേശം പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് 10ാം ക്ലാസ് വെച്ച് ഞാൻ പഠിപ്പ് നിർത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് എന്റെ ഫാദർ എനിക്ക് എന്നൊരു ഉപദേശം എന്ന് പറയുന്നത്, പഠിക്കാനെങ്കിൽ നീ ശ്രമിച്ചില്ല, ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ സ്ഥിരതയോടുകൂടി നിൽക്കാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനെ മാറി കളിക്കുന്ന സമയത്ത് മൊത്തത്തിൽ നിനക്കത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. സാലറി സാധിക്കാതെ നല്ലൊരു ജോലി കിട്ടിയാൽ പ്രയാസമായിരിക്കും. പക്ഷേ ഇനി നിനക്ക് കഴിവ് തെളിയിക്കുക എന്ന് പറയുന്നത് നീ ചെയ്യുന്ന സ്ഥലത്തുള്ള ആ വ്യക്തിയുടെ, അതായത് അതിന്റെ മുതലാളിയുടെ വിശ്വസ്തത പിടിച്ചു പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഘടകമാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ എനിക്ക് നീ നീ മുന്നോട്ട് പോകുന്ന സമയത്ത് നിനക്കെല്ലാം ലഭിക്കും അവിടെ നിന്ന്. കാരണം ആ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തന്നെ പറഞ്ഞത്. അത് എൻ്റെ ഒരു വേദവാക്യം പോലെ ഞാൻ അത് സ്വീകരിച്ചു. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. കയറിയ ജോലിയിൽ ഈ ഫിജിക്കാർഡിൽ വരുന്നത് വരെ അവിടെ തന്നെ ഏകദേശം 18 വർഷം ഞാൻ ആളെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന് ഞാൻ എന്നും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹം കാരണം എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല. എൻ്റെ കുടുംബം നല്ല സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഉപരി ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാല് നിങ്ങളത് പറയുന്നതിൽ എത്രത്തോളം ആളുകൾക്ക് ഇപ്പോഴും ആ സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ശരിക്കും പറഞ്ഞാല് ലോകത്ത് നമ്മൾക്ക് അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാ അത്ഭുതങ്ങൾ അല്ലെങ്കിലും ഒരു സാമാന്യമായിട്ട് നമ്മൾ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇൻ കേസ് ഒരു ഹോട്ടലിൽ കയറിയാൽ നമ്മളൊരു മെനു നോക്കിയിട്ട് ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ വലിയ വലിയ സ്ഥലങ്ങളിൽ പോയിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ വില കൂടിയ, അതായത് നമ്മൾ ഡ്രസ്സുകളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളൊരു ചെറിയ ചെറിയ ഇതൊക്കെ നമ്മൾക്ക് സാധിക്കാത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം പണം മാത്രമല്ല, ഒരു പേടി കൂടിയായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ മാത്രം നടന്നുപോലുള്ള ആളാണ്. അവിടെ എനിക്കൊരു വഴിവിത്തിരി ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് എന്നെ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നും അദ്ദേഹത്തിനോട് ഒരുപാട് ഞാൻ നന്ദിയോട് കൂടി ഓർക്കാണ്. ഈ കൺസെപ്റ്റിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിലൂടെ മാത്രം കടന്നു വരാം എന്നുള്ളത് ഉറപ്പെടുത്തുന്നു. ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. അതിന്റെ പേര് ഷിനോജ് എന്നാണ്, കമ്മ്യൂണൽ സോണൽ സെയിൽസ് മാനേജർ. അദ്ദേഹം എൻ്റെ ലൈഫിൽ ഒരു പാർട്ടായ സമയത്താണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യാണ്, ഒരു എഞ്ചിനീയർ ആണ്. അദ്ദേഹം എൻ്റെ കടയിലേക്ക് വരാറുണ്ട്. കാരണം ഞങ്ങളൊരു ആക്രിലിക്കിന്റെ ഒരു അതുപോലെ ഇന്റീരിയറിന്റെ ഒക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് മലബാർ ഏരിയ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം അദ്ദേഹം ഇവര് ഇതേപോലെ തന്നെ നമ്മൾക്ക് കൊട്ടേഷൻ തരും. ആദ്യം അവര് കൊട്ടേഷൻ ഡയറക്റ്റ് ഒരു ഓഫീസിലെ അവിടെയുള്ള ഓരോ ഓഫീസിലെ ബോയ് കൊണ്ടുത്തരാൻ പതിവ്. നമ്മൾ കൊട്ടേഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പാസ്സാവും, അല്ലെങ്കിൽ റിജക്റ്റ് ആയി പോകും. അപ്പൊ ഞാൻ അതിന് എത്ര വലിയ ഗൗരവത്തോട് എടുക്കുക, ഇതൊക്കെ ഞാൻ വാങ്ങിക്കാറുള്ളത്, ഇതൊന്നും ഞാൻ ഗൗരവത്തിൽ എടുക്കാറില്ല. പക്ഷെ എനിക്ക് സാലറിക്ക് പുറമെ ഒരു കമ്മീഷൻ ആക്കിയ സമയത്ത് എന്റെ മൈൻഡ് ആകെ മാറി. കാരണം സാലറിക്ക് പുറമെ ഒരു കമ്മീഷൻ ഒരു 2% വെച്ച സമയത്ത് ഞാൻ കൂടുതൽ അഗ്രസീവ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഒരാളൊരു 500 രൂപ പോക്കറ്റിലിട്ട് വന്നു കഴിഞ്ഞാൽ 500 രൂപയ്ക്കും എങ്ങനെ സാധനം വാങ്ങിപ്പിക്കുക എന്നുള്ള ചിന്തയാണ് എനിക്ക്. പക്ഷെ ആ ഒരു ബിസിനസ് ടിക്കായിരിക്കാം ഒരു പക്ഷെ എന്റെ ബോസ് എനിക്ക് കമ്മീഷൻ വെച്ചെന്നുള്ളത് എനിക്ക് അന്നേരം, നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആവേശത്തോടു കൂടി ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഇവർ തരുന്ന ഓർഡറുകൾ എങ്ങനെ മുഴുവനും കൈപ്പറ്റാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. അപ്പം ഈ ഒരു സമയത്ത് ഈ ഷിനോജ് എന്ന് പറയുന്ന എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തി അവരുടെ വണ്ടിയിൽ അവിടെ വരും. പക്ഷെ അദ്ദേഹം ഇറങ്ങാറില്ല. ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട് പറഞ്ഞു, അത് പറയാതെ എനിക്ക് തുടങ്ങാൻ സാധിക്കും, അതുകൊണ്ടാണ്. അദ്ദേഹം വരാറുണ്ടായിരുന്നു. വരുന്ന സമയത്ത് അദ്ദേഹം പുറത്തിറങ്ങാറില്ല. അദ്ദേഹത്തിന് കൂടെ 2 പേരാണ് ഈ കൊട്ടേഷൻ തരാനും ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ സെലക്ട് ചെയ്യാറൊക്കെ അവരാണ്. അപ്പൊ അതിൽ 2 ലക്ഷം 3 ലക്ഷം രൂപ ഓർഡർ ഉണ്ടാവും. പക്ഷെ നമുക്ക് തരാറുള്ളത് ഒരു 50,000 1 ലക്ഷത്തിന്റെ ഓർഡർ മാത്രമാണ് കിട്ടാറ് അധികവും. ഞാൻ എപ്പോഴും ചിന്തിക്കൽ മുഴുവൻ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കും. കാരണം അത്രയും കമ്മീഷൻ എനിക്ക് അടിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. ഒരു ദിവസം ഡയറക്റ്റ് ആണ് അദ്ദേഹത്തിനെ കാണാൻ കാറിലേക്ക് പോയി. ഞാൻ പറയുന്നത് എൻ്റെ പേര് റാഫി എന്നാണ്, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്, ഏകദേശം ഇത്ര വർഷമായി ജോലി ചെയ്യുന്നു.
ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ ഇത്രയും വലിയൊരു ഓർഡർ തരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഒരു 50,000-ന്റെ 1,00,000-ന്റെ ഓർഡർ മാത്രം തരുന്നത്? ഇത് മുഴുവനും ഇവിടെ നിന്ന് എനിക്ക് തരാൻ സാധിക്കുമല്ലോ എന്നോട് പറഞ്ഞൊരു കാര്യം. ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെ ഇവിടെ പ്രൊഡക്റ്റ് ഇല്ലാതാവുന്ന സമയത്ത് ഞങ്ങളെ ബിസിനസ്സിനെ ഞങ്ങളെ ഒരു പ്രൊജക്റ്റിനെ അത് ബാധിക്കുന്നത് കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒരു ഡീൽ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്നെ വിശ്വസിക്കാമെങ്കിൽ മുഴുവൻ ഓർഡർ എനിക്ക് ഒരു കാരണവശാലും ഇവിടെ ഡിലേ വരില്ല, ഇവിടെ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ കൃത്യസമയത്ത് കിട്ടും, ഞാൻ ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു ചിരിയോട് കൂടിയിട്ടാണ് പോയത്. അതിനുശേഷം പിന്നെ 2 ഓർഡർ വന്നപ്പോൾ നമ്മൾ പിന്നെ പുഷ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരു ദിവസം എനിക്ക് മുഴുവൻ ഓർഡർ കിട്ടി. അയാൾ വളരെ ഭംഗിയായിട്ട് കൊടുത്തു. പക്ഷേ അതിനുശേഷം വന്നുള്ള ഓർഡറിൽ അദ്ദേഹം സ്ഥലത്തില്ലാത്ത സമയത്ത് എനിക്കൊരു ഫോൺ കോളിലൂടെ എനിക്ക് മനസ്സിലായി, പേയ്മെന്റ് വരെ ഇല്ലാത്ത സമയത്ത് ഒരു ഫോൺ കോളിലൂടെ എനിക്ക് വലിയൊരു ഓർഡർ തന്ന സമയത്ത് എന്റെ റിസ്കിൽ ഞാൻ ബോസിനോട് പറഞ്ഞ് അവിടെ എത്തിച്ചു കൊടുത്തു. അത് ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ റിസ്ക് ആയിരിക്കും ഒരുപക്ഷെ അദ്ദേഹം എന്നിലേക്ക് അടിക്കാനുള്ള ഒരു കാരണം. അങ്ങനെ എനിക്ക് പല കാര്യങ്ങൾക്കും സംഭാഷണങ്ങൾ തുടങ്ങി. അദ്ദേഹമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഇൻസിഡൻസ്, അത് വളരെ എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നതും അതുപോലെ തന്നെ എന്നെ ചില സമയങ്ങളിൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒന്നല്ല, അവിടെ നമുക്കൊരു അറിയാം, ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, പാലക്കാട് ഒറ്റപ്പാലം ലാഡർ മാൾ എന്ന് പറയുന്ന വലിയൊരു ഫിലിം തിയേറ്ററും സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. അവിടെ എല്ലാ ആളുകൾക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, വലിയ തിയേറ്റർ ഒക്കെയാണ് ഒറ്റപ്പാലത്തുള്ള ആളുകൾക്ക്. അതിന്റെ ഒരു വർക്ക് സംബന്ധമായിട്ട് അദ്ദേഹമായിരുന്നു അതിന്റെ ഫുൾ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് ഷിനു സാറായിരുന്നു. ആ ഒരു സമയത്ത് ഏകദേശം ബൾക്ക് ഓർഡറുമായിട്ട് ആള് വന്നു. പക്ഷെ അന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മീറ്റപ്പ് വേണം എന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞത് കോഴിക്കോട് നമ്മുടെ RP മാളല്ല, ഫോക്കസ് മാളിലുള്ള അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് 4th ഫ്ലോറിൽ. നിങ്ങൾ വരികയാണെങ്കിൽ കയറാം. അവിടെ ഹോട്ടലിന്റെ പേര് പാരഗൺ എന്നാണ്. സാധാരണ പാരഗണിൽ ഞാൻ പോവാറുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോവാറുണ്ട്, നോർമലുള്ള. ഇത് കുറച്ചും കൂടിയും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അവിടേക്ക് എന്നെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു വരാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അപ്പോയിന്റ്മെന്റ് സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 മണിക്കാണ്. അപ്പൊ ഞാൻ ഷോപ്പ് ഏകദേശം 7:30 ക്ലോസ് ചെയ്തു. ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പൊ എന്റെ വേഷം എന്ന് പറയുന്നത് ട്രാക്ക് സ്യൂട്ടും ബനിയനുമാണ്. നമ്മുടെ ജോലി അങ്ങനെ ആയതുകൊണ്ട് അതിലപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ആ ഒരു സമയത്ത് അവിടെ എത്തിയ സമയത്ത് അദ്ദേഹവും ഉണ്ട്, വേറെ 2 പേരും ഉണ്ട്. അപ്പൊ എന്നോട് ഇരിക്കുന്നു. ഇപ്പൊ വന്ന പാടം നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി വരാമായിരുന്നു എനിക്ക് തോന്നി. പക്ഷെ അത്യാവശ്യം അവരെ കണ്ടപ്പം തന്നെ മനസ്സിലായി ഇവരെ എന്തോ ഒരു ടീമാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഭവ്യതയോട് കൂടി അവിടെ വന്നിരുന്നു. അപ്പൊ എന്നോടൊരു ചോദ്യം ചോദിച്ചു, കുടിക്കാൻ എന്താണ് വേണ്ടത്? ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഫോർമാലിറ്റി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. വീണ്ടും നിർബന്ധിച്ച സമയത്ത് എന്താണ് വേണ്ടത് ചോദിച്ചപ്പോൾ നമ്മൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ നിർബന്ധം വന്ന സമയത്ത് ഈ മെനു കാർഡ് വെച്ച സമയത്ത് അതിലുള്ള ഒരു സാധനത്തിന്റെ പേരും എനിക്ക് അറിയില്ല എന്നുള്ള ഏറ്റവും സത്യം. പക്ഷെ ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്താൽ ഇത് എങ്ങനെ കഴിക്കാൻ പറ്റുമെന്നുള്ള കൺഫ്യൂഷനോട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എന്റെ റിയാലിയിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു വലിയൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. പല പേരിലും പല സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ഉണ്ടായിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് ഞാൻ നോക്കി, ഞാൻ സാധാരണ വാങ്ങുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നുള്ളത്. അപ്പം അതിൽ പല പേരുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ സെലക്ട് ചെയ്ത മതി, എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് എന്തോ ഒരു സംഭവം സെലക്ട് ചെയ്തു. അങ്ങനെ അവിടുന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ സാധനം വന്ന സമയത്ത് ടേബിളിൽ വെച്ച സമയത്ത് ഇവര് കുറെ പേർപ്പേഴ്സ് ഒക്കെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം അവിടെ കൊണ്ടുവന്ന സമയത്ത് ഇത് കുടിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള വലിയ മാനസിക പ്രയാസത്തിൽ ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജ്യൂസാണ്. പക്ഷേ ജ്യൂസൊക്കെ നമ്മൾ സാധാരണ കംപ്ലീറ്റ് മുമ്പ് വെച്ചെടുത്ത് കുടിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആ ജ്യൂസിന്റെ ആ ഒരു സ്ട്രക്ചറിന് കുറെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ അപ്ലൈ എങ്ങനെ ചെയ്യുന്ന അറിയാതെ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറയുന്നത് കുടിക്കൂ, ഞാൻ കുടിക്കാതിരിക്കുന്നു. സാറേ കുടിച്ചോളൂ, ഞാൻ കുടിക്കാതിരിക്കുന്നു. പക്ഷെ കുടിക്കാൻ അറിയില്ല എന്നുള്ളത് പറയാനുള്ളൊരു മാനസിക പ്രയാസം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഞാൻ അവിടെ അവരെ ഡിസ്കഷൻ കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തു. അവരത് കഴിക്കാൻ തുടങ്ങിയ സമയത്ത് ഷുഗർ ഒരു കവറിലായിരുന്നു, ചെറിയ മിനി പോക്കറ്റ്. അതെടുത്ത് അവർ ഒഴിക്കുന്നു. സാൾട്ടും ഉണ്ട്, ഷുഗറും ഉണ്ട്. ജ്യൂസിന് എന്തിന് രണ്ടും എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അത് ഒരാള് ഷുഗർ ഇട്ടു, 2 പാക്കറ്റ് ഷുഗർ ഇട്ടു, 1 പാക്കറ്റിന്റെ പകുതി സാൾട്ട് ഇട്ടു അതിനകത്ത്. പിന്നെ പുതിനയുടെ ഇലയുണ്ട്, ഏലക്കായ ഉണ്ട്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. പിന്നെ ഒരു സോസ് മാറ്റൊരു സാധനം, പേരിപ്പോഴും എനിക്കറിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോ എനിക്ക് തോന്നുന്നു ഇവര് ഇട്ട സാധനം ഞാൻ അതല്ലാതെ അവരിടാത്ത സാധനം ആദ്യം ഞാൻ ഇട്ടു. ഇവര് ഡ്യൂപ്ലിക്കേഷൻ അവിടെ പാടില്ലല്ലോ വിചാരിച്ചിട്ടു. എനിക്ക് തോന്നുന്നു അവർ ഷുഗർ ഇട്ടപ്പോ ഞാൻ ആദ്യം ഏലക്കായ ഇട്ടു.
മനസ്സിലാവരുതല്ലോ. ഏലക്കയിൽ ഇടണമെന്നുള്ളത് വരെ എനിക്കറിയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ വിഷമിച്ചിട്ട് ആ ഒരു ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്റെ ഉള്ളിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം കേട്ടോ. പക്ഷെ എന്റെ ഈ ഒരു അവസ്ഥ അദ്ദേഹത്തെ നോക്കി കണ്ട സമയത്ത്, അത് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് അങ്ങോട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് വിളിക്കാതിരിക്കുക, ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം പറഞ്ഞപ്പോ എന്നെ ഒന്ന് കൂട്ടി ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ഇതൊരു തുടക്കമാണ്, അതൊക്കെ ശരിയാവെന്ന് പറഞ്ഞു. ആ കൂട്ടിച്ചേർക്കലാണ് ഇന്ന് ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. അന്നും ഇന്നും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും, അതായത് നമ്മുടെ വിഷമങ്ങളിലായാലും സന്തോഷങ്ങളിലായാലും ഒക്കെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഫിജി കാർഡിലേക്ക് വരാം. അങ്ങനെ ഒരു നല്ലൊരു ബോണ്ട് വന്നു, നല്ലൊരു ഒരു ഫ്രണ്ടായിട്ട് മാറി, ഒരു ഫാമിലിയുമായിട്ട് വലിയൊരു അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യും. നല്ല രീതിയിലേക്ക് തന്നെ വേണ്ടിയ സമയത്താണ് കൊറോണ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം വന്നിട്ടുള്ളത്. പറയാലോ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. എനിക്ക് എന്റെ പണി ഏകദേശം ഒരു വർഷം പോലെ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നു. അപ്പൊ ഉണ്ടാവുന്ന ഒരു സാമ്പത്തിക പ്രയാസം വലിയ രീതിയിലായിരുന്നു. കാരണം ഒരു കുഞ്ഞു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊക്കെ ആഗ്രഹിക്കേണ്ട, ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ആരും അറിയാതെ നമ്മൾ വീട്ടിൽ ഒതുക്കാലോ. ഒരു കൂട്ടുകുടുംബ ഫാമിലിയാണ്. എങ്ങനെയൊക്കെയോ ഒരു കുഞ്ഞു വീട് വെച്ചിരുന്നു കൊറോണയ്ക്ക് മുന്നേ ആയിട്ട്. പക്ഷെ നമ്മളെ അന്നേരം ആധാരം അർബൻ ബാങ്കിലാണ്. 9 ലക്ഷം രൂപ അർബൻ ബാങ്കിലാണ് ആധാരം കിടക്കുന്നത്. അപ്പൊ അതിന്റെ അടവും കാര്യങ്ങളൊന്നും കൊറോണ എന്ന് പറയുന്നത് കൊണ്ടൊന്നും അവർ മാറ്റില്ലല്ലോ. വല്ലാതെ പ്രയാസപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു സമയം. ആ ഒരു സമയത്ത് പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആഴ്ചയിൽ 3 ദിവസം എന്നോട് വന്നാൽ മതി എന്ന് പറഞ്ഞു. 3 ദിവസം വേറെയും സ്റ്റാഫ് ഉണ്ട്, അവർ കൂടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. കാരണം അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് സാലറി കൊടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ കുറെ പ്രൊഡക്റ്റുകൾ ചീത്തയായി പോയി. അദ്ദേഹത്തിന് ഒരുപാട് ഡാമേജ് സംഭവിച്ചു, എന്റെ ബോസിന്. അത് നമുക്ക് ഭയങ്കര മാനസിക പല സ്റ്റിക്കേഴ്സും ഗമ്മ് പോവലും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് ഒരുപാട് ലോസ് സംഭവിച്ചു. അപ്പൊ നമ്മളെക്കാൾ പ്രശ്നം അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് ആ കൊറോണ സമയത്തും ജോലിയാണ്. ഞാൻ എപ്പോഴും നിന്നെ പോലെ ആയാൽ മതിയായിരുന്നു, ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ. പഠിക്കാതിനെ കുട്ടികളെ ഒരുപാട് വിഷമങ്ങൾ എപ്പോഴും ഞാൻ പറയായിരുന്നു അദ്ദേഹത്തിനോട്. അതേപോലെ ഒക്കെ സമയം ശരിയാവും. അന്നേരം എന്റെ കുടുംബത്തിനെ താങ്ങി നിർത്താൻ സാമ്പത്തികമായിട്ടും മുമ്പിൽ നിന്ന വ്യക്തിയുടെ പേരാണ് ഷിനോജ്. ഒരുപാട് കാര്യങ്ങൾക്ക് അങ്ങനെ വളരെ പരിതാപന സ്ഥിതിയിൽ നിന്നിട്ടും നമ്മളൊന്ന് കവർ ചെയ്ത് നമ്മളെ ടോപ്പിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അദ്ദേഹം അങ്ങനെ എന്നെ കവർ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു കൺസെപ്റ്റുമായിട്ട് വളരെ ആവേശത്തോടു കൂടി എൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നെ വിളിച്ചതിന് മുന്നിൽ വിളിച്ചിട്ട് പറഞ്ഞു, റാഫിയൻ രക്ഷപ്പെടും, എൻ്റെ കയ്യിൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ചെന്താടാ പറയുന്ന പറഞ്ഞു. നേരിട്ട് പറയാം മോനെ, ചെമ്മണ്ണൂരിൻ്റെതാണ്, പുള്ളി സംഭവമാണ്, നമ്മളിത് തകർക്കും എന്നൊക്കെ പറഞ്ഞോട്. ഞാൻ പറഞ്ഞു, വാടാ ചെമ്മണ്ണൂരല്ലേ, ഇതാന്നുള്ള അറിയില്ലല്ലോ, വാ നമുക്ക് ഷറാക്കാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് വലിയ ആവേശത്തോടു കൂടി പറഞ്ഞതായിരുന്നു ഈ കൺസെപ്റ്റ്. അപ്പൊ ഞാൻ എടുത്ത് മറുപടി എന്താ അറിയാം, ഇജ്ജ് മിണ്ടാതെ നടന്നു, ആളെ ചേർന്ന് പരിപാടിയില്ല, ഇമ്മാരി പരിപാടിക്കൊന്നും ഞാനില്ലാന്ന്. എന്റെ മറുപടി ഇതാണ്. കാരണം എനിക്ക് ഇതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. ഇപ്പോഴും നെറ്റ്വർക്ക് വെച്ച് വലിയ അറിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ലേ. പക്ഷെ എനിക്ക് ഇതിന് പൈസ കിട്ടുമെന്ന് അറിയാം. ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് അത് മാത്രമേ അറിയുള്ളൂ. ഫിജി കാർഡിന് പൈസ കിട്ടും, ഞാൻ പൈസ ഉണ്ടാക്കും, എന്തായാലും പൈസ ഉണ്ടാക്കും, നോ മാറ്റർ. പക്ഷെ ഇദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് ചെവി കൊണ്ടില്ല. ഇത് ആകെ ടെൻഷൻ ആയിപ്പോയി. കാരണം എൻട്രി അടിക്കാതെ എന്നെ എൻട്രി അടിപ്പിക്കാനാണ് ആള് വന്നിട്ടുള്ളത്. എന്നെ എൻട്രി അടിച്ചിട്ട് വേണം ആൾക്ക് എൻട്രി അടിക്കാൻ. പക്ഷെ ഇന്ന് ഞാൻ അതിനേറെ വളരെ ദുഃഖിക്കുന്നുണ്ട്. കാരണം ഞാൻ അടിക്കാത്തതുകൊണ്ട് ആദ്യം അദ്ദേഹം എൻട്രി അടിച്ചു, അതുകൊണ്ട് സെറ്റസമായി. ഞാനിപ്പം DSTM-ലാണ്. അന്ന് ബുദ്ധി വന്നിരുന്നെങ്കിൽ ഇപ്പം ചിന്തിക്കുകയാണ്. വളരെ വളരെ ആവേശത്തോടു കൂടി എന്നോട് പറഞ്ഞ സമയം ഞാൻ റിജക്ട് ചെയ്തപ്പോൾ ആളും വളരെ മെന്റലി ഷോക്കായി പോയി. ഞാനത് ഒരിക്കലും പറയുന്നത് വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ അവസാനം പിന്നെ പ്രഷർ ചെയ്ത് ഞാൻ പറഞ്ഞു, മോനെ ഇതൊന്നും പഴുത് നമ്മക്കുണ്ടല്ലോ, ഒന്നും തോന്നരുത് ആർക്കും. നമ്മളെ മുസ്ലിംസ് ഞാൻ പറഞ്ഞു, മോനെ ഇത് ഹറാമാണ്, ഇത് പൈസയൊന്നും നടക്കൂല, ഇത് പക്ക ഹറാമാണെന്ന് പറഞ്ഞാൽ. ഇന്ന് നമുക്ക് മക്കൾ കഴിക്കുന്ന പൈസയാണ്, ഇതൊന്നും നടക്കുന്ന കേസല്ല, നമുക്ക് ചെയ്യാൻ പാടുള്ളത് ഹറാമാണ് ഹറാമാണ്. അപ്പൊ എന്നോട് തിരിച്ചു ചോദിച്ചു, ബാങ്കിൽ എത്ര ലോൺ ഉള്ളെന്ന് ചോദിച്ചു. നമ്മൾ 9 ലക്ഷം. പലിശ നിങ്ങൾക്ക് ഹറാമല്ല, ഹറാമാണ്. വാങ്ങുന്നതും കൊടുക്കുന്നതും ഹറാമല്ലേ, ഹറാമാണ്. അപ്പൊ എനിക്ക് കൊടുക്കല്ലേ, അത് പ്രശ്നമില്ല. ഇതാണ് എനിക്ക് ബുദ്ധിമുട്ട്. തിരിച്ച് മറുപടി ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞാലും ശരി, ഇത് ഹറാമാണ്, വേറെ മാറ്റർ ഒന്നുമില്ല, ഇത് ഒഴിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ലാസ്റ്റ് ഒരു ഡയലോഗ് ഓടിച്ചു, ഇത്രയും കാലത്തെ ബന്ധത്തിന്റെ പേരിൽ ഒരു 100 SPയുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പില്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്ഷിപ്പിന് എന്ത് അർത്ഥമാണ് ഉള്ളതെന്ന് ചോദിച്ചു. അത് എന്നെ വല്ലാട്ടൊന്ന് ഷോക്ക് ചെയ്തു. പക്ഷെ അവന്റെ വിചാരം അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന. അതല്ല, മാസം 23,600 രൂപ അർബൻ ബാങ്കിൽ അടയ്ക്കണം, ഡെയിലി 800 രൂപ കൂലി കിട്ടും. ഞാൻ എങ്ങനെ ഞെരുങ്ങി വെച്ചാലും ശരി, മാസം വീട്ടിലെ ചെലവും എല്ലാം കഴിഞ്ഞാലും ഈ ലോൺ അടയ്ക്കണമെങ്കിൽ 6,000-5,000 റുപ്യ ബാലൻസാണ്.
അത് കടം വാങ്ങുന്നത് ഇവനോടാ. ഇവനേറ്റവും അത് തരാതായി പോകുന്ന പേടിച്ചിട്ട് മാത്രമാണ്, ഇവനെ ശപിച്ചിട്ടാണ് ഞാൻ എൻ്റെ വൈഫിന്റെ കയ്യും കാലും പിടിച്ചിട്ട്, ആ മോളിൽ ഒരു ചെയിൻ ഉണ്ട്, കൈ ചെയിൻ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് ആ മനുഷ്യന് 27,000 രൂപ കൊടുത്ത് 100 SP പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത്. അന്നേരം മനസ്സിൽ പറഞ്ഞ കാര്യമല്ലോ, വല്ലാതൊരു ഗതികേടായി പോയി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കൺസെപ്റ്റിലേക്ക് വന്നത്. സത്യത്തിൽ പറഞ്ഞാൽ വന്ന സമയത്ത് പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ വെച്ചു, ഒന്നും ചെയ്യാതിരുന്ന്, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതിരുന്നു. ആ ഒരു സമയത്ത് എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആളെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പൊ ആളെ എൻട്രി അടിച്ചു, തൊട്ടപ്പുറകെ എന്നെ നിർത്തി, ആള് പണി തുടങ്ങി. പക്ഷെ ആള് ചെയ്ത കാര്യം, ആൾക്ക് ഇംഗത്തിനേക്കാൾക്കുപരി എനിക്ക് ഇങ്ക ആക്കി തരിക എന്നുള്ള സ്ട്രാറ്റജി അവിടെ വർക്കൗട്ട് ചെയ്തു. പക്ഷെ ആ വർക്കൗട്ടിൽ ഞാനങ്ങ് വീണു. പൈസ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പണി തുടങ്ങി. ആദ്യം തന്നെ പോകുന്നത് ഫ്രണ്ട്സിലേക്കായിരുന്നു, നെഗറ്റീവാണ്. പിന്നെ പോയത് ഫാമിലിയിലേക്കായിരുന്നു, അതിലേറെ നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്ന് കൺസെപ്റ്റിൽ ഉണ്ട് എന്നുള്ള, ഇങ്ങനെയാണ് ഞാൻ കൺസെപ്റ്റിലേക്ക് വന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പം ഏകദേശം 5 വർഷം ചെയ്യുന്നുണ്ട്. നമ്മളൊരു ജോലിയുള്ള സമയത്ത് ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം കുടുംബത്തിന്റെ അറിയാലോ. അപ്പൊ നമ്മളത് പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. ജോലി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങും, രണ്ടുപേരും ഇറങ്ങും, വർക്കൗട്ട് ചെയ്യും. ആ ഒരു സമയത്തൊക്കെ വർക്ക് പ്ലാൻ ചെയ്യും. നമുക്ക് അറിയുന്ന രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി. കട്ടായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. ശരിക്കും ഞാൻ ഷിനോജ് എന്ന ആളെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. പല ആളും, എന്റെ ജ്യേഷ്ഠനൊക്കെ ഈ കൺസെപ്റ്റിലേക്ക് വന്നത് ഒരു ഗവൺമെന്റ് ജീവനക്കാർ എന്തിനു ചെയ്യുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഷാജിദാറൊക്കെ എന്ന കൺസെപ്റ്റിലേക്ക് വന്നത്. എന്റെ ജ്യേഷ്ഠനാണ്, ഇന്നൊക്കെ സീരിയസ് ആയിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ തന്നെ, ഫാമിലി സർക്കിളൊക്കെ ഇറങ്ങി, എനിക്ക് വേണ്ടപ്പെട്ടവരെ കണക്ട് ചെയ്തു. അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ ഈ ഒരു ബിസിനസ് പറയുന്ന സമയത്ത്, പക്ഷെ എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് ഇവരൊന്നുമല്ല. ആദ്യം നിന്നിട്ടുള്ളത് എൻ്റെ കടയിൽ വരുന്ന, എന്നെ 18 വർഷത്തോളം പരിചയമുള്ള കുറെ ആളുകളായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് എന്തെങ്കിലും കിട്ടുമെങ്കിൽ ആവട്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾ എൻട്രി വെച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ ബിസിനസ് ചെയ്യാൻ അറിയുന്ന ആളുകളെ വേണം, എന്നാൽ മാത്രമേ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായതിന്റെ സാഹചര്യത്തിൽ പിന്നീട് കുറച്ചുകൂടി വൈഡ് ആയിട്ട് ഇറങ്ങാൻ തുടങ്ങി. അദ്ദേഹം പറയുന്നത് പോലെ വർക്കൗട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ റാങ്കിൽ എത്തിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്ന സമയത്ത് ഇനി എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ മാറ്റി പിടിക്കുകയാണ്. ഇങ്ങനെയാണ് കൺസെപ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. തുടങ്ങുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടും നമ്മൾക്കൊരു ഇൻകം നമ്മളെ കൊണ്ടുവന്ന വ്യക്തി നമുക്ക് കാണിച്ചു തന്ന സമയത്ത് ഇത് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആണ് ആവും എന്ന് വിശ്വസിച്ചുകൊണ്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പിന്നെ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത്, നമ്മൾ വിശ്വസിക്കുന്ന സർക്കിളിലേക്ക് എറിയുന്ന സമയത്ത്, റിജക്ട് നോ എന്ന് പറയുന്ന ആ റിസൾട്ട് കിട്ടിയ സമയത്തും പക്ഷെ ഇത് വിടാതെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ റാങ്കിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എന്നെ കേൾക്കുന്ന പുതിയ ആളുകൾ ഉണ്ടാവാം, അല്ല ഇന്ന് നിയറസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും, ആദ്യമേ ഉള്ളവരൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നമ്മളൊരു കൺസെപ്റ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ പല ആളുടെ മുഖങ്ങൾ വരും. പക്ഷെ അവരൊന്നും ആ ഒരു സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഒന്ന് ഓർത്തോളൂ, നിങ്ങളെ അച്ചീവ്മെന്റ്സ് നാളെ അവർ നിങ്ങളെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു സംശയം വേണ്ട. കാരണം അവർ നമ്മൾ അച്ചീവ്മെന്റ്സ് നോക്കി കാണുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ക്വിറ്റ് ചെയ്യാതെ നന്നായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വലിയൊരു സ്പേസ് ആണ് ഇവിടെ, വലിയ അറിവൊന്നും വേണ്ട, പണിയെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയാൽ മതി. ഇന്ന് മനസ്സിലാക്കി പണിയെടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വലിയൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടാകും. അച്ചീവ്മെന്റ്സ് എപ്പം ഉണ്ടാകും എന്നുള്ളത് ഒരു കാര്യമില്ല, ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ടായിരിക്കാം, പതുക്കെ ആയിട്ട്. പക്ഷെ നിങ്ങൾ ഉണ്ടോ, നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് നിങ്ങൾ സക്സസ് എന്നുള്ളത്. കാരണം നിങ്ങൾ ഒരു ഹീറോ ആയിട്ട് മാറാൻ ശ്രമിക്കുക. കാരണം ചെയ്യുന്നവർ മാത്രമാണ് ഹീറോ. കാരണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഈ ഒരു 7 AM ഇത്രയും ആളോട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളെ ലൈഫ് ഒരാളോട് പറയാ എന്നുള്ളത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് ആണ്. കാരണം നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആളുടെ അവരുടെ ലൈഫ് സ്റ്റോറി നമ്മൾ തന്നെ പഠിക്കാറുണ്ട് അല്ലെ, ഒരുപാട് ആളുകളുടെ. കാരണം സക്സസ് എത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും പറയാൻ ഒരു കഥ ഉണ്ടായിരുന്നു അല്ലെ. കാരണം അത് ജനങ്ങളെ മുമ്പിൽ എത്തിക്കുക സന്തോഷം. ഇപ്പൊ ഒരു 1000 ആളുടെ മുമ്പിൽ എനിക്ക് എന്റെ കാര്യം പറയാൻ സാധിക്കുക എന്നുള്ളത് ഈ കൺസെപ്റ്റ് എന്നൊരു വലിയൊരു കാര്യമാണ്. അതുപോലെ എല്ലാവർക്കും പറ്റട്ടെ എന്ന് മാത്രം പറയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വലിയ സ്പേസ് ഉണ്ട്. നമ്മൾക്ക് എന്ത് ചെയ്യുന്നു എന്ന് അടിസ്ഥാനമാക്കി മാത്രമാണ് വിജയം. കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം, നമ്മളെ കൊണ്ടുവന്നവരായിക്കോട്ടെ, അവർക്ക് ലിമിറ്റഡ് പീരീഡിലെ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. ടീം വലുതാകുന്ന സമയത്ത് എല്ലാവരും പല ചേരിലേക്ക് മാറും. പക്ഷേ നമ്മൾ ഇവിടെ ഉണ്ടാവുക, നമ്മുടെ ടീമിന് നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് നിങ്ങളെ റിസൾട്ട് എന്നുള്ളത്. അതുകൊണ്ട് നിർബന്ധത്തോട് കൂടിയിട്ടും ആവേശത്തോട് കൂടിയിട്ടും
നിങ്ങളിത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സെയില് ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 പോയിന്റ്സ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഫോളോ അപ്പ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ മാത്രം ഞാൻ സംസാരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ശരിയാവണം എന്നൊന്നുമില്ല. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുള്ളൂ. ഇപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് തുടങ്ങി ഇന്ന് വരെ എൻ്റെ വർക്ക് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, അതിൽ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. ഡെയിലി എടുക്കുന്ന ആക്ടിവിറ്റീസ് ഞാൻ അത് എപ്പോഴും എഴുതി വെക്കാറുണ്ട്. കാരണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന ലീഡറെ കൂടെ പോയി, ആ ലീഡറോട് ഇന്ന കോണ്ടാക്ടിന് പ്ലാൻ കൊടുത്തു, അവർ ഇന്ന റീസൺ പറഞ്ഞു എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് എഴുതി വെക്കാറുണ്ട്. അത് ഞാൻ പിന്നീട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അത് നല്ലൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. കാരണം നമുക്ക് അറിയുന്ന രീതിയിൽ എഴുതാം, അറിയുന്ന രീതിയിൽ നമുക്കത് എഴുതി വെക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് എപ്പോഴും പല ആളുകൾക്കും അറിയില്ല നമ്മൾ എത്ര പ്രസന്റേഷൻ കൊടുത്തുന്നോ, അല്ലെങ്കിൽ നമ്മൾ എത്ര ഫോളോ അപ്പ് എടുത്തുന്നോ നമുക്ക് അറിയില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇന്നിപ്പോ ഒരു വർക്കിന് പോകുന്നുണ്ടെങ്കിൽ, ഏതൊരു ലീഡറെ കൂടെയാണ് പോകുന്നതെങ്കിൽ, ഇന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ എഴുതി വെക്കാം വർക്കറ്റ് ഇന്ന സ്ഥലം, വർക്കറ്റ് ഇന്ന സ്ഥലം, ഇന്ന ആളുടെ പ്രോസ്പെക്ട്, ഇദ്ദേഹം പറഞ്ഞത് ഇന്ന റീസൺ ആണ്, എന്താണോ പറയുന്നത് അത് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനൊന്ന് അത് എടുത്തു നോക്കിയിട്ട് അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഫോളോ അപ്പിന്റെ കാര്യങ്ങൾ നോക്കുക. നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡാറ്റ ആയിട്ട് വെക്കാൻ വേണ്ടി സൂക്ഷിക്കുക. അത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നത് എനിക്ക് ഗുണമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും നോക്കുന്ന സമയത്ത് 2023-ലും 2024-ലെയും ഡാറ്റ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതിൽ പലതും സൈക്ലോസ് ആണെങ്കിൽ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഒരു റെഡ് മാർക്ക് കൊണ്ട് ലൈൻ ഇട്ടിട്ട് സൈക്ലോസ് എന്ന് എഴുതി വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഇന്നലെ ചെയ്തത് വരെ ഞാൻ എഴുതി വെക്കാതെ കിടക്കാറില്ല. അപ്പൊ അത് നമ്മളെ ചെയ്യുന്ന, അപ്പൊ നമുക്കിപ്പോൾ ശരിക്കും 2 ആഴ്ച മുന്നെടുത്ത വർക്ക് വരെ നമുക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ അതിന് വേണ്ടി അത് നിങ്ങൾ ചിലപ്പോൾ സിസ്റ്റം ബേസ് ഒക്കെ ഒഴിവാക്കി മാനുവലി ചെയ്യുന്ന ഏറ്റവും ബെറ്റർ. ചിലപ്പോൾ അത് നമുക്കത് നമ്മൾ പോകുന്ന സമയത്ത് അത് കൊണ്ടുപോകുന്നത് നല്ലതാണ്. നമ്മളെ കൂടെ കൊണ്ടുപോകുന്നതും ആ ബുക്സ് എപ്പോഴും നമ്മളെ കൂടെ എടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്താണോ എഴുതി വെക്കുക. അത് എഴുതി വെക്കുന്ന സമയത്ത് പിറ്റേ ദിവസം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതൊന്ന് തുറന്നു നോക്കുക, ഇന്നലെ എടുത്തത്. അതിൽ നിങ്ങൾക്ക് അപ്പം അവരെ വിളിക്കാനും കോൺടാക്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും. അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ ചിന്തകളെ തിരിച്ചുവിടാൻ നമുക്ക് എപ്പോഴും സാധിക്കണം. കാരണം നമ്മളെ കസ്റ്റമർ പല തോട്ടിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ പോസിറ്റീവ് തോട്ടായിരിക്കാം, നെഗറ്റീവ് തോട്ടായിരിക്കാം. പല റീസണിലും നമ്മുടെ മുമ്പിലേക്ക് ഇരുന്ന സമയത്ത് ആ ഒരു ചിന്തയെ തിരിച്ചുവിടാനുള്ള ഒരു ശേഷി നമ്മൾക്ക് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പേയ്മെന്റ് വാങ്ങാൻ ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പേയ്മെന്റ് വാങ്ങാൻ ധൈര്യം കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പല ടീമിനും പല ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേയ്മെന്റ് ചോദിക്കാൻ ഭയങ്കര വിഷമമുള്ള ഒരു ഘട്ടം എനിക്ക് ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ അത്രയും നേരം സംസാരിച്ചത് വളരെ വീക്കായിട്ട് പോകും. അതുകൊണ്ട് പേയ്മെന്റ് ചോദിക്കാനുള്ള ഒരു ആർജവം കാണിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കിങ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഏതൊരാളാണെങ്കിലും ശരി, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു കസ്റ്റമർ മുമ്പ് ഞാൻ നന്നായിട്ട് സ്മൈൽ ചെയ്യാറുണ്ട്, ഷേക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട്. അതുപോലെ ഞാൻ ജസ്റ്റ് എൻ്റെ ചെസ്റ്റിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാറുണ്ട്. അത് ഞാൻ ഇപ്പോഴും അദ്ദേഹം ആരോടായാലും ശരി, അത് എൻ്റെ ഒരു സ്റ്റൈലാണ്. കാരണം നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ആൾ നമ്മളെക്കാൾ ഉയർന്ന വ്യക്തിയാണ്, നമ്മളെക്കാൾ നോളജ് ഉള്ളതാണ്, നമ്മളെക്കാൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മളെ മുഖത്തെ ആ ഒരു സംഭവം അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ആരെയും ചെറുതായി കാണേണ്ട ആവശ്യമില്ലല്ലോ. കാരണം കാരണം നമ്മളെ മുമ്പിൽ ഏത് കസ്റ്റമർ ആയിക്കോട്ടെ, കാരണം അവരെ നമ്മൾ രാജാവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സെയിലിന് നല്ലൊരു ഗുണം ചെയ്യുന്നതാണ്. കാരണം നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു മാനദണ്ഡമാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാകും, അല്ലെങ്കിൽ നിന്നാൽ മതി, എപ്പോഴും പറയുന്ന പോലെ വന്നാൽ നിങ്ങൾക്ക് അതൊന്നും പറയാതെ ഉള്ളത് പറയാന്നുള്ളതാണ്. ഇപ്പൊ ഫിജിക്കാർഡിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഉള്ള എമൗണ്ട് പറയാം. കാരണം ഞാൻ DSTM റാങ്കിലാണ്, എനിക്ക് കോടികൾ കിട്ടിയിട്ടില്ല, ഞാൻ കോടികൾ പറയാറില്ല. എനിക്ക് ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പറയാറുണ്ട്. എനിക്ക് 50,000 റൈഡർ ഫണ്ട് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പറയാറുണ്ട്. ഞാൻ സീലിംഗ് അച്ചീവ് ഒരു 5-8 തവണ 30,000 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ പറയാറുണ്ട്. എപ്പോഴും കിട്ടുന്നില്ല. ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട്, അതെനിക്ക് കമ്പനി തന്ന വണ്ടിയല്ല, എൻ്റെ ആവേശത്തിന്റെ പുറത്തെടുത്തൊരു വണ്ടിയാണ്. അത് ഞാൻ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. കാരണം നമുക്ക് അറിയുന്ന കിട്ടിയ കാര്യങ്ങൾ ജെനുവിൻ ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്കറിയാലോ, DSTM റാങ്കിൽ നിൽക്കുന്ന സമയത്ത് എത്ര PV മാച്ച് ചെയ്യണം എന്നുള്ളത് അറിയാലോ. ആ ഒരു കാര്യം പറയാം. ഉള്ളത് പറഞ്ഞുകൊണ്ട് നമ്മൾ സെയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുള്ളത് ഇപ്പൊ ഞാൻ പറയാം,
ഒരു പുതിയൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടി എന്നുള്ള അദ്ദേഹത്തിന്റെ കസ്റ്റമറോട് അദ്ദേഹത്തിന് പറയാൻ ആർജവമുണ്ടായി. ഒന്നും കിട്ടിയില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ വന്നിട്ട് ഇത്രയേ ഉള്ളൂ, എനിക്കിത് കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഉള്ളത് പറഞ്ഞുകൊണ്ട് സെയിൽ കൊണ്ടുവരാൻ നീ കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കുക. അതല്ലെങ്കിൽ എനിക്ക് ഇത്ര കിട്ടി, നീയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഉള്ളത് പറയാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് നിലനിൽക്കൂ എന്നുള്ളതാണ്. നമ്മൾ എത്ര മുകളിൽ വെച്ച് പറഞ്ഞാലും സെയിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എത്ര ബിൽഡപ്പ് കൊടുത്താലും നമ്മൾ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ ഇതിനൊക്കെ നോളജ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉള്ളത് മാത്രം പറയുന്ന സമയത്ത് പിന്നീട് അവർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ആ ചിരിയോട് കൂടി തന്നെ ലൈഫ് ലോങ് അവരെ കാണാൻ സാധിക്കും. കാരണം അങ്ങനെ ഒരുപാട് അബദ്ധം പറ്റിയതാണ്. കാരണം എനിക്ക് കിട്ടിയ നോളജ് ഞാൻ പറഞ്ഞു കൊടുത്ത് തെറ്റായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ മന്ത്ലി പെർഫോമൻസ് ബോണസ് അത് 300 പോയിന്റിന്റെ ക്രൈറ്റീരിയ വന്നാൽ അത് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു തുടക്കത്തിൽ. അങ്ങനെ അറിയാത്ത സമയത്ത് ഞാൻ ഒരുപാട് ആളോട് പറഞ്ഞിട്ടുണ്ട് മന്ത്ലി പെർഫോമൻസ് സെയിൽസ്മാൻ ആണ്, കിട്ടുമെന്ന് ഞാൻ ഒരുപാട് പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം അവിടെ ഒരു ക്രൈറ്റീരിയ ഉള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഞാൻ കേട്ട വ്യക്തി അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത ആൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് കൂടി ഉറപ്പാണ്. നമ്മൾ ഉള്ളത് പറയുന്ന സമയത്ത് നമുക്ക് എവിടെയും എന്ത് ചെയ്യുക, തലകുനിക്കേണ്ടി വരില്ല. നമ്മളത് അത് കവർ ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിൽ ഞാൻ എപ്പോഴും കാലിന്റെ മുകളിൽ കാല് കയറ്റി ഇരിക്കാറില്ല. അത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ഒരാളെ സ്ഥലത്ത് പോയി ഒരു കസ്റ്റമർ മുമ്പിൽ കയറി നമ്മൾ ഞാൻ ഇരിക്കാറില്ല. അത് എനിക്ക് വലിയൊരു വിഷമമാണ്. അത് ആരായാലും ശരി, ഞാൻ ഇരിക്കാറില്ല. നിങ്ങളെ ചെയ്യണം എന്നല്ല, ഞാൻ ഇരിക്കാറില്ല. ഞാൻ എപ്പോഴും കാല് താത്തിയിട്ടാണ് ഇരിക്കാറ്. അതുപോലെ തന്നെ ഞാൻ അവരെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഒരു സെയിൽ കൊണ്ടുവരുന്ന സമയത്താണെങ്കിലും, ഒരു കസ്റ്റമർ മുമ്പിൽ പ്ലാൻ കൊടുക്കുകയാണെങ്കിലും, അതല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിലും, കസ്റ്റമറുമായിട്ട് സംസാരിക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെക്കുക. എന്റെ സ്റ്റൈലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നറിയില്ല. ഞാൻ ചെയ്യുന്ന രീതിയാണ്. അത് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാൻ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചെയ്യാറില്ല. അതുപോലെ അവരെ ഫേസിൽ നോക്കിയിട്ട് സംസാരിക്കാറുള്ളൂ. ഞാൻ അധികവും ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാൻ ശ്രമിക്കാറുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ സിൻസിയർ ആയിട്ടും വളരെ സീരിയസ് ആയിട്ടും പ്രൗഡോട് കൂടി മാത്രമേ സംസാരിക്കാറുള്ളൂ. കാരണം എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ പ്രൗഡോട് കൂടി സംസാരിക്കാറുണ്ട്. എനിക്ക് ഇന്നത് കിട്ടി എന്നുള്ളത് ഞാൻ അവരെ കാണിച്ചു കൊടുക്കാറുണ്ട്. അത് പ്രൗഡോട് കൂടി. അപ്പൊ ചിലപ്പോൾ ചോദിക്കും, ഇത്ര 5 വർഷമായിട്ട് ഇതേ കിട്ടിയിട്ടുള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നത് ഇതേ കിട്ടിയിട്ടുള്ളൂ, ഞാൻ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് കിട്ടുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു. പക്ഷെ എനിക്ക് 5 വർഷം കൊണ്ട് ഈ കമ്പനിയിൽ ഒരുപാട് ആളുകൾ ഇതിൽ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് വാങ്ങാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി വളരെ സ്ലോ ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇനി ഞാൻ അങ്ങോട്ട് ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പ്രയാസം കൂടെയാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ സ്ലോ ഉണ്ടാവാറുണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് പറയാം. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഒരു പ്രൊഡക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ആരെയും ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഓപ്പർച്യൂണിറ്റി മാത്രം സെയിൽ ചെയ്യാൻ ശ്രമിക്കാം. കാരണം ഇവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരാളും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മളെ സഹായിക്കേണ്ട, അത്തരം സഹായങ്ങൾ സ്വീകരിക്കാതിരിക്കുക. കാരണം വാങ്ങുന്ന വ്യക്തിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇതിലൂടെ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം സെയിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ നമ്മളൊരു സെയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർ നമ്മളെ ഒരു ടീമിലേക്കോ നമ്മളൊരു ഈ ഫിജിക്കാർഡ് കൺസെപ്റ്റിലേക്ക് നമ്മൾ വഴി വന്നു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളൊരു ബോധ്യം അവരെക്കാൾ കൂടുതൽ നമ്മൾക്ക് ഉണ്ടാകുക എന്നുള്ള ആദ്യത്തെ കാര്യം. അവിടെയുള്ള വിജയം ഉണ്ടാവുള്ളൂ. നമ്മളൊരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തിനാണ് അവർ ഈ ബിസിനസ്സിലേക്ക് വന്ന് എന്നുള്ള ഒരു ചിന്ത അവരെക്കാൾ കൂടുതൽ നമ്മൾക്ക് ഉണ്ടാവണം. കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അതുപോലെ തന്നെ ഇവരെ ഓരോ അച്ചീവ്മെന്റ്സും അവരെ സമയബന്ധിതമായി അവർക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ അവരെ കൂടെ തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ചെയ്ത ഫോളോ ആയിക്കോട്ടെ, ഇപ്പം പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവരെ കൂടെ ആയിരിക്കും, പിന്നെ ഒരു പുതിയൊരു ആൾ വന്ന് അവരെ കൂടെ, ആ രീതിയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. അത് മാറി ഒരാൾ വന്നു കഴിഞ്ഞാൽ, തുടക്കക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഒരു വലിയ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് അതെല്ലാം കവറപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ബിസിനസ്സിലേക്ക് വന്നാൽ അവർക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ അവരെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക,
തയ്യാറാവുക. അവർ കൊണ്ടുവരുന്ന ആളുകളുമായിട്ട് മീറ്റ് ചെയ്യാനും ഹെൽത്തി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വരുന്ന കസ്റ്റമറെ ജോലി മനസ്സിലാക്കിയിട്ടും അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടും അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടും അതിനനുസരിച്ച് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് പല പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസം കണ്ടില്ല എന്നിരിക്കാതെ അവരെ പ്രയാസങ്ങൾക്കനുസരിച്ച് നമ്മൾ കൂടി നിൽക്കുക എന്നുള്ള, അപ്പം നമ്മളെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു തോട്ട് കൂടി എന്ത് ചെയ്യണം, നമ്മളെ വരുന്ന ആളുകൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം. അപ്പം സെയിലും ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനും ഒരു പുതിയ പാർട്ട്നേഴ്സ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ കൂടി ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നുള്ളത് അറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സെയിൽ കൊണ്ടുവരാ എന്ന് പറഞ്ഞ് വലിയ കാര്യമായിട്ട് തോന്നാറില്ല. കാരണം പോയടുത്തൊക്കെ സെയിൽ കൊണ്ടുവരുന്നു അവകാശപ്പെടാറില്ല. പലരും പറയാറുണ്ട് വന്നാൽ സെയിൽ വരും, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഇവിടെ ഇപ്പം ഞാൻ ഒരു ടീം ഒരാളെ കൂടെ പോകുന്ന സമയത്ത് എന്റെ സംസാരം കൊണ്ടായിരിക്കില്ല ആ കൂടെ വന്ന ആരുടെ കസ്റ്റമർ അവരെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും ഒരാൾ ബിസിനസ്സിലേക്ക് വരുന്ന ചിന്തിക്കുന്ന ആൾ തന്നെയാണ്. കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളെ കൊണ്ട് ആ ഒരു കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല. നമ്മളെ സംസാരത്തിലായിക്കോട്ടെ, നമ്മളെ പ്രവൃത്തിയിലായിക്കോട്ടെ, അത് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഇനി ബിസിനസ്സിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ഒരു സ്നേഹം കാണുന്ന സമയത്ത് നിലനിൽക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൊടുത്താലേ കിട്ടൂ എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മളെക്കാൾ കഴിവുള്ളവനാണ് അല്ലെങ്കിൽ കഴിവുള്ളവളാണ് എന്നുള്ള ചിന്ത എപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്ന സമയത്ത് ഈസി ആക്കാൻ സാധിക്കും സെയിലിനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിനയം ഉള്ള ആളായിട്ട് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അത് എനിക്ക് ഇതിലൂടെ ഞാൻ പഠിച്ച കാര്യമാണ്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കൂടി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഉണ്ട്. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയാനും അറിയാത്ത കാര്യങ്ങൾ അത് പഠിച്ചു പറഞ്ഞു കൊടുക്കാനും സാധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഇത് രണ്ട് കാര്യമേ എനിക്ക് ഈ ഒരു 7am നിങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ ജസ്റ്റ് ഫിജിക്കാളിൽ വന്ന സമയത്ത് എന്റെ സന്തോഷം കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൺസെപ്റ്റിൽ 9 ലക്ഷം രൂപയുടെ ലോൺ എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ ബിസിനസ്സിലേക്ക് ഞാൻ വന്നു. അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ടാർഗറ്റ് എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ആധാരം ഒന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ കൺസെപ്റ്റിലേക്ക് വന്നത്. ഇന്ന് എന്തായാലും ദൈവം സഹായിച്ചത് വീട്ടിലുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ഒരു രൂപ കടമില്ല എന്നുള്ള സന്തോഷമുണ്ട്. കടമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം കൂടിയുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു ഈ ബിസിനസ്സിന് എനിക്ക് ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഫിജി കാർഡിന് പുറമെ എനിക്കൊരു ജോലി കൂടി ഉള്ളത് കൊണ്ട് കുടുംബം ചെലവുകൾ അങ്ങനെ വഹിച്ച സമയത്ത് ഫിജി കാർഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം കടത്തിലേക്ക് മാറ്റാൻ സാധിച്ചത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സമയം കണ്ടെത്തി ഞാൻ ഓടിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ഒരു കല്യാണത്തിന് ശേഷം ഞങ്ങളെ സൺഡേ ഫാമിലിയുടെ കൂടെ മാത്രമാണ്. കാരണം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണിക്ക് ജോലിക്ക് പോയി രാത്രി 10 മണിക്ക് തിരിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. അതുവരെ എന്നെ കാണാതെ എൻ്റെ വൈഫ് എൻ്റെ വീട്ടിൽ ഇരിക്കാറാണ്. അപ്പൊ ഞായറാഴ്ച ഞാൻ അവൾക്ക് വേണ്ടി കൊടുക്കാറാണ് പതിവ്. കാരണം അന്ന് നമ്മൾ ബിസി ആവുന്ന സമയത്ത് എന്ത് വാല്യൂ ആണുള്ളത്. അപ്പൊ ഞാൻ എല്ലാ ഞായറാഴ്ചയിലും ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ആഴ്ചയിൽ കിട്ടുന്ന പൈസയിൽ ചെറിയൊരു പൈസ മാറ്റി വെക്കും. ഞാൻ ഫാമിലി ആയിട്ടൊന്ന് പുറത്തിറങ്ങി ഞങ്ങൾ ഒന്ന് കോഴിക്കോടുള്ള ബീച്ചിലോ സ്ക്വയറിലോ ഒക്കെ പോയി ഇരുന്ന് ഒന്ന് എൻജോയ് ചെയ്യും. നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഫുഡും കഴിച്ച് എപ്പോഴെല്ലാം ഞായറാഴ്ചകളും ഞങ്ങൾ ഇറങ്ങാറുണ്ട്. ഇത് കല്യാണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങാറുണ്ട്. ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വരും. അതൊരു സന്തോഷമാണ്. അപ്പോൾ അവർക്ക് പിറ്റത്തെ ആഴ്ചയിലേക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഊർജ്ജം എൻ്റെ വൈഫിന് കിട്ടാൻ അങ്ങനെ ഒരു ജീവിച്ചു പോയൊരാളാണ്. അതുപോലെ തന്നെ നമ്മളൊരു 2000-3000 രൂപയ്ക്ക് ഞാൻ എൻ്റെ കുടുംബത്തിന് മുഴുവൻ ഡ്രസ്സ് എടുക്കുന്ന ഒരാളാണ്. കാരണം അങ്ങനെ ഒരു ചുരുങ്ങിയ ചുറ്റുപാടിൽ ജീവിച്ചു പോയാണ്. എൻ്റെ വാഫാന്തരന് മത്സ്യവില്പനക്കാരനാണ്. നാല് മക്കളാണുള്ളത്. അതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് കൊണ്ടും പണ്ടൊരു സ്ത്രീധനം കൊടുക്കുന്ന ഏർപ്പാടുള്ളത് കൊണ്ട് പറഞ്ഞത് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടൊക്കെ തന്നെ എൻ്റെ ഫാമിലി എൻ്റെ പെങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടിയിട്ടില്ല. അത് വലിയ ട്രാജഡി ആയിട്ട് മുമ്പ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ലൊരു വീട്ടിൽ താമസിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെറുതാവുന്ന സമയത്ത് എനിക്കൊരു ബോധം വരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ലക്ഷൻ വീട് കോളനിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊരു അതായത് എൻ്റെ ചെറുപ്പം മുതൽ എനിക്കൊരു ബോധം അത്യാവശ്യമായിട്ട് നമുക്കൊരു ബുദ്ധി ഉദിക്കുന്നത് വരെ ഞാൻ ജീവിച്ചത് ലക്ഷം വീട് കോളനിയിലാണ്. അന്ന് അവിടെ ഉണ്ടായ ഒരു കിച്ചണും ഒരു ചെറിയൊരു വരാന്തയും ഒരു ചെറിയൊരു റൂമും ഉണ്ടായിരുന്നു. പക്ഷെ ആ റൂമിൽ ഞാന്, ഉമ്മ, ഉപ്പ, ഞാൻ, ജ്യേഷ്ഠന്, എൻ്റെ പെങ്ങൾ ഒരുമിച്ചാണ് കിടക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ ബോധം വന്ന ദിവസം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉമ്മയും ഉപ്പയും
നല്ലപോലെ സന്തോഷം ജീവിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എനിക്ക് ചെറുതാവുന്ന സമയം മുതൽ എനിക്കൊരു ബോധമാവുന്ന ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ചാണ് എല്ലാവരും കിടന്നിരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കൊരു ബോധം വന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരുപാട് പരിമിതിയിൽ നിന്നിട്ടാണല്ലോ നമ്മളെ അവര് നോക്കിയിട്ടുള്ളത് എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോയിട്ടുള്ളത്. ആ ഒരു ചെറിയൊരു റൂമിൽ എല്ലാം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടൊക്കെ തന്നെ സഹിച്ചുകൊണ്ടാണ് ജീവിച്ചു പോയിട്ടുള്ളത്. പക്ഷെ പറയാറുണ്ട്, ഞാൻ ജനിച്ച സമയത്താണ് ഒരു 3 സെന്റ് സ്ഥലം വാങ്ങാൻ സാധിച്ചത് എന്ന് ഉമ്മ എപ്പോഴും പറയാറുണ്ട്. എന്റെ ജ്യേഷ്ഠൻ സെവനേവിൽ ഉണ്ടാവും, ചിലപ്പം ജ്യേഷ്ഠനും ഒക്കെ ഉണ്ടാവും, സിസ്റ്ററൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക, സത്യമാണ്. കാരണം എപ്പോഴും പറയാറുണ്ട്, ഞാൻ വന്ന സമയത്താണ് ഒരു 3 സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റിയെന്ന് പറയാറുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ചെറിയൊരു വീട് വെച്ചു. ഓല മേഞ്ഞ വീടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് മാറിയ സമയത്തും നമ്മൾ എഴുന്നേൽക്കുന്ന മുന്നേ ജോലിക്ക് പോകുന്ന ഉപ്പയാണ്. നമ്മൾ ഉറങ്ങിയാൽ മാത്രമാണ് അദ്ദേഹം തിരിച്ചെത്താറുള്ളത്. നമ്മൾ കാണാറേ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നോട്ടും പല കാര്യങ്ങൾ കൊണ്ട് മാറ്റി നിർത്തേണ്ടി വന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമ്മൾ പലരുടെ എക്സ്പീരിയൻസിൽ നമ്മൾ കേട്ടതാണ്. പക്ഷെ എനിക്ക് അതിലൊന്നും ആരോടും ദേഷ്യമോ വിഷമോ ഒന്നുമില്ല. കാരണം ഇപ്പൊ സന്തോഷമുണ്ട്. ഇപ്പത്തെ നിലപ്പിൽ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ ഫാദർ ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം എനിക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ സാധിച്ചത് എന്റെ ഉപ്പ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം എന്റെ ഉപ്പ എന്നോട് പറയുന്നൊരു വാക്കുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ സമ്പാദ്യം 4 മക്കളാണെന്ന് പറയാറുണ്ട്. ആ 4 മക്കള് ഇന്ന് നന്നായി ജീവിക്കണം എന്ന് എന്റെ ഉപ്പ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഒറ്റ കാര്യം പറയാറുണ്ട്, എന്നോട് ഇപ്പോഴും പറയാറുണ്ട്, അന്ന് കല്യാണം കഴിഞ്ഞ് എനിക്ക് മോനായ സമയത്ത് എന്നോട് പറയാറുണ്ട്, ഡാ വീട്ടിലെ ചെലവൊക്കെ ഞാൻ നോക്കും, മോനിക്ക് എന്താ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരും, നീ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ വലിയൊരു കുടുംബത്തിന്റെ ഫുൾ ചെലവും വഹിച്ചുകൊണ്ട് ഇപ്പൊ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒക്കെ നീക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പണിക്ക് പോയ സമയം മുതലേ എനിക്ക് നീക്കി വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു സേവിങ്സ് ആയിട്ടുള്ളതും ആ ഒരു സമയത്ത് തന്നെ എനിക്കൊരു കുഞ്ഞു വീട് ഉണ്ടാക്കാൻ സാധിച്ചതൊക്കെ തന്നെ ഉപ്പയുടെ ആ ഒരു മനോധൈര്യം കൊണ്ട് തന്നെയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു വീട് വെക്കാൻ സാധിച്ചുള്ളത് ഉപ്പ ആ ഒരു സാധനം തരുന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരു മരിക്കുന്ന തലേ ദിവസം വരെ എൻ്റെ ഉപ്പ ജോലിക്ക് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പല ലീഡേഴ്സും പറഞ്ഞിട്ടുണ്ട് അതേ അനുഭവം. ചിലപ്പോൾ എനിക്ക് സ്ട്രൈക്ക് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചിലപ്പോൾ മഴ പെയ്യുന്ന സമയത്തൊക്കെ പാത്രങ്ങൾ വെച്ച് കൊടുക്കാറ്, അതുപോലെ തന്നെ മീൻ വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് പപ്പടം ഇങ്ങനെ ചുട്ടിട്ട് ഇങ്ങനെ പൊടിച്ചിട്ടുള്ള കറി തരാം, അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും നല്ല രുചിയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത അവർക്കും ഉണ്ടായിട്ടില്ല. മക്കള് നന്നായിട്ട് പഠിക്കുന്നവരാണോ എന്ന് ചിന്തിക്കാനോ അവരെ ആ വഴിക്ക് തിരിച്ചുവിടാനോ സാധിക്കാത്തൊരു പാരൻസ് ആണ്. കാരണം അവരെ കുറ്റം പറയുന്നില്ല, കാരണം ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്ന്. അപ്പൊ അതുകൊണ്ട് 20 വയസ്സാകുമ്പോഴേക്കും തോന്നുന്നു എന്റെ ജ്യേഷ്ഠൻ പ്രവാസി ആയിട്ടുണ്ട്, വളരെ ബുദ്ധിമുട്ടിലേക്ക് ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഇന്ന് ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ലെങ്കിലും ഇന്ന് എൻ്റെ ഉമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് സന്തോഷമാണ്. പക്ഷെ നമ്മൾ നന്നായി അത്യാവശ്യം ഒരു ബെറ്റർ ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി ഇന്ന് ലൈഫിൽ ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ള ഒരു കാര്യം, എല്ലാവരോടും പറയാനുള്ള കാര്യം, നമ്മളെ വീട്ടിലൊരു വാർദ്ധക്യം ചെന്ന 2 വ്യക്തികൾ ഉണ്ടാവും. ലോകത്ത് നമ്മൾ നമ്മളെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവരെ കഷ്ടപ്പാട് നമ്മളെക്കാൾ 10 മടങ്ങല്ലേ എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകുന്ന നല്ലതാണ്. കാരണം നമ്മളെ മക്കള് പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ അവരെക്കാൾ പ്രശ്നങ്ങൾ നമ്മൾ സഹിച്ചിട്ടുണ്ട്. ഇപ്പൊ പല ആളും പറയാറുണ്ട്, ഞാൻ ഇങ്ങനെയായിപ്പോയി, ഞാൻ ഇങ്ങനെയായിപ്പോയി, എന്റെ മക്കൾ നന്നായി ജീവിക്കട്ടെ എന്ന് പറയാറുണ്ട്. നമ്മൾ ജീവിക്കാതെ മക്കൾ ജീവിച്ചിട്ട് അർത്ഥമില്ല എന്നുള്ളൊരു ബോധ്യത്തിലൂടെ ഞാനിപ്പോ നടന്നു പോകുന്നത്. കാരണം നമുക്കും ജീവിക്കണ്ടേ? കാരണം നമുക്കൊരു ജീവിതം ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? എന്തൊക്കെ സന്തോഷങ്ങൾ ലോകത്തുണ്ട്. ഒന്നും വെട്ടിപ്പിടിക്കാൻ സാധിക്കില്ല. അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ഇവിടെ ജീവിച്ചു പോകാൻ എന്താ അർത്ഥമുള്ളത്? ഒരു അർത്ഥമില്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന സമയത്ത് അത് മിച്ചം വന്നാൽ അത് അവർക്ക് തന്നെ കിട്ടും, വേറെ ആരും കൊണ്ടുപോയില്ല. അതുകൊണ്ട് ആ ഒരു തോട്ട് നിങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയായി നമ്മളെ മക്കളെങ്കിലും നന്നായി ജീവിക്കട്ടെ എന്ന് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന സമയത്ത് അത് മിച്ചം വന്നത് അത് മക്കൾക്ക് തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സംശയവും വേണ്ട. ഇപ്പൊ ഒരുപാട് ഡ്രീം ഉണ്ട്. കാരണം എന്റെ ഏകദേശം 3 വയസ്സുള്ള സമയത്താണ് എൻ്റെ ഉമ്മ എന്നെയും കൊണ്ട് വണ്ടിയിൽ കയറുന്ന സമയത്ത് പെട്ടെന്ന് ഊരയ്ക്ക് ഒരു ചെറിയൊരു എന്തോ ഒരു പ്രശ്നം വന്നു. പക്ഷെ അത് ശ്രദ്ധിക്കാതിരുന്നു. അന്ന് ഉമ്മ ചേരി വിരിക്കാറുണ്ടായിരുന്നു, ഓല മെടയാറുണ്ടായിരുന്നു, ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ. കാരണം എന്നും ജോലി തന്നെയാണ്, എന്നും ജോലി തന്നെയാണ്. കാരണം പ്രശ്നങ്ങൾ തീർന്നില്ലല്ലോ. അങ്ങനെ അത് ശ്രദ്ധിക്കാത്ത സമയത്ത് പിന്നീട് പെട്ടെന്നൊരു പെയിന് വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഞാൻ ചെറിയ സമയത്താണ്, വലിയൊരു 32 സ്റ്റിച്ചിൽ ഒരു സർജറി നട്ടലിന് നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി എൻ്റെ ഉമ്മ ഫ്ലാറ്റ്.
ആ സർജറിക്ക് ശേഷം വളരെ പ്രയാസത്തോടുകൂടി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ വലുതാകുന്ന പല കാര്യങ്ങൾക്ക് വിളിക്കുന്ന സമയത്ത് ഉമ്മ പറയാൻ എൻ്റെ ഒരു ഫിസിക്കൽ അച്ചീവ്മെന്റ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു കഷ്ടപ്പാടിലൂടെ മാത്രമാണ് കടന്നു പോയിട്ടുള്ളത്. വലിയ സന്തോഷങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഒരുപാട് ബുദ്ധിമുട്ടും ഇതിനേക്കാൾ പ്രയാസമുള്ളവരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമ്മളെ ലൈഫ് ഇങ്ങനെ തുറന്ന് പറയാന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് ആട്ടോ. നമ്മളെ വിഷമങ്ങളും നമ്മളെ പ്രശ്നങ്ങളും 10 ആളെ മുമ്പിലേക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഒരു അച്ചീവ്മെന്റ്സ് ആണ്. അപ്പം അത് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയാണ്. പക്ഷെ ഫിജിക്കാർഡ് വന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സിൽ ഒന്നാമത്തെ അച്ചീവ്മെന്റ്സ് ഞാൻ പറയുന്നൊരു കാര്യം, പഠിക്കാൻ മഹാമടിയനായിരുന്നു. കാരണം ഫുള്ള് അത്യാവശ്യം അലമ്പായിരുന്നു പഠിക്കുന്ന സമയത്ത്. കാരണം ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നൊരു ടൈപ്പ്. കാരണം അങ്ങനത്തെ ഉള്ള ആളുകളെ ടീച്ചേഴ്സ് എപ്പോഴും ഓർക്കും. അപ്പം എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഇവൻ കാരണം ഈ ക്ലാസ്സിൽ എന്തായാലും 100% കിട്ടില്ല എന്ന് എപ്പോഴും പറയായിരുന്നു. എന്നെ കൂടെ പറയാം, ഇവൻ കാരണം പ്രോഗ്രസ് ഒക്കെ ഒപ്പിടുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് വരിക. പിന്നെ സമയത്ത് അന്ന് ഇപ്പോഴും പറഞ്ഞ ഓർമ്മയുണ്ട്. കാരണം ടീച്ചർ പറഞ്ഞ കാര്യം എൻ്റെ അമ്മനോട്, ഇവൻ ഏതായാലും പഠിക്കൂല, പിന്നെന്തിനാ മറ്റുള്ളവരെ കൊണ്ട് പഠിപ്പിക്കാനാക്കുന്നത്, പറയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാം. അപ്പൊ ഉമ്മ അതൊക്കെ വിഷമത്തോടുകൂടി സൈൻ ചെയ്ത് പോവാറുണ്ട്. പക്ഷെ എപ്പോഴും എന്താ പറയാ, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾ എൻ്റെ ഉമ്മ തന്നെയാണ്. എന്തിനും എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾ എൻ്റെ ഉമ്മ തന്നെയാണ്. ആ ഒരു സമയത്ത് 10ാം ക്ലാസ്സിലെ എക്സാം വന്നു, ഞാൻ പാസ്സായിട്ടോ. എന്ത് മിറാക്കിളാ സംഭവിച്ചു എനിക്കറിയില്ല. ഈ മാത്സും ഇംഗ്ലീഷും ഒക്കെ എന്റെ പേപ്പർ നോക്കിയ ആള് ആരാന്നറിയില്ല, അയാൾ നന്ദിയോടുകൂടി ഇപ്പോഴും ഓർക്കാണ്. 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് മിനിമം 210 മാർക്കില്ല ജയിക്കുക, 10 മാർക്ക് നിർബന്ധമായിട്ട് എല്ലാ സബ്ജക്റ്റിലും വേണം എന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ പാസ്സായി. പക്ഷെ അന്ന് 100% വിജയം സ്കൂളിൽ ഉണ്ടായിട്ടില്ല, ക്ലാസ്സിന് ഉണ്ടായിട്ടില്ല. ആരൊക്കെ തോറ്റു, ഞാൻ ജയിച്ചു. അങ്ങനെ 10ാം പിന്നീട് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് നിർത്തി, ജോലിക്ക് പോയ ഒരാളാണ്. പക്ഷേ അന്ന് ഉണ്ടായിട്ടുള്ള അന്നത്തെ ടീച്ചറുടെ പേര് സുശീല മാം എന്നാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ പറയും എക്സ്പീരിയൻസ് പറഞ്ഞ സമയത്ത് എന്നോട് പറയുന്നത് പേര് പറയാത്തത് ടീച്ചർ പറയും, പേരും പറഞ്ഞോ നീ പേര് പറയാതിരിക്കുന്ന ടീച്ചർ പിന്നീട് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഫിസിക്സ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, പേര് സുശീല ടീച്ചർ എന്നാണ്. അദ്ദേഹത്തിന്റെ ആളെ വീട് വരുന്നത് പാവങ്ങാടാണ്, കോഴിക്കോട് പാവങ്ങാടാണ് വീട് വരുന്നത്. അപ്പം ടീച്ചർ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവരെ മകനും എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് എന്നോട് നല്ല കൂട്ടാണ്. പക്ഷെ 2 ദിവസം എന്റെ കമ്പനി ആണെങ്കിൽ 2-3 ദിവസം പിന്നെ എന്നെ മൈൻഡ് ചെയ്യില്ല. അപ്പൊ അവിടുന്ന് ടീച്ചർ കൊടുക്കുന്ന ക്ലാസ് ആയിരിക്കും എന്റെ കൂടെ നടക്കണ്ടെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അത്രയ്ക്ക് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ നന്നാവില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഇവൻ കാരണം അങ്ങനെയാണ്, മറ്റുള്ള വിളക്കാവും, നീ എന്താണ്. അപ്പം ചിലപ്പോൾ അത് നന്നാവാൻ വേണ്ടി പറയുന്നതായിരിക്കാം ഒരു പക്ഷെ അന്നേരം നമ്മളെ ചെറിയ കുഞ്ഞു മനസ്സിലൊക്കെ ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടാവുമല്ലോ. കാരണം എന്നിട്ട് നമുക്ക് കൂടുതൽ വാശിയോട് കൂടി വീണ്ടും തെറ്റ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷെ ഫിജിക്കാർഡ് വന്ന സമയത്ത് നമുക്ക് സ്കൂൾ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായല്ലോ. ഇപ്പൊ നമ്മൾ ഒന്നിലേക്കും ഇല്ല. കാരണം നമ്മളെ നിലവിലെ സിറ്റുവേഷൻ മറ്റുള്ള അറിയിക്കണമെന്ന് കരുതിയിട്ട് നമ്മൾ ഒന്നിനും ആക്റ്റീവ് അല്ല. നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ അനുഭവം ഉണ്ടാവും. ഗ്രൂപ്പ് ഉണ്ടാവും, പലരും ഭയങ്കരമായിട്ട് അതിൽ ഇൻവോൾവ് ആയിരിക്കും. പക്ഷെ നമ്മൾ ചില ആളുകളൊന്നും ഇൻവോൾവ് ഉണ്ടാവും, എന്നെ പോലെയല്ലോ വ്യക്തികൾ. കാരണം നമ്മളെ ബയോഡാറ്റ അവർ അറിയിക്കണം, നമ്മൾ എന്താന്നുള്ള അറിയിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനാണ് പതിവ്. പക്ഷെ ഫിജിക്കാർഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ STM റാങ്കിലെത്തിയ സമയത്ത്, അന്നൊക്കെ നമ്മൾ കോട്ടൊക്കെ ഇട്ട ഫോട്ടോ എടുക്കുക അല്ലെ, ആ സമയത്ത് ആ ഒരു ഫോട്ടോ വന്ന സമയത്ത് എനിക്ക് എന്നെ കുറിച്ച് അഭിമാനം തോന്നി. ഇത്രയും ഗ്ലാമർ ഞാൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ കണ്ട സമയത്ത്. അപ്പൊ ഇത് 10 ആളെ അറിയിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എന്റെ കൂടെ കട്ടക്ക് സജിൻ എന്ന പേര്, അവനെ പറഞ്ഞ ഈ ഫോട്ടോ നീ ആ ഗ്രൂപ്പിലേക്ക് ഇടുവോ, ഒന്ന് 10 ആള് കണ്ടോട്ടെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു അവനെ കൊണ്ട് ആ ഗ്രൂപ്പിൽ ഇടിച്ചു. ഇത് കണ്ടോണ്ട് പല കമന്റുകളും, നെഗറ്റീവ് വശത്തുള്ള കമന്റുകളുണ്ട്, പോസിറ്റീവ് കമന്റുകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു വോയിസ് വന്നത് എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. റാഫി ഇത് എന്താണ് കോട്ടൊക്കെ ഇട്ടിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതോ നെറ്റ്വർക്ക് ആണല്ലോ ഇതെന്ന്. അപ്പൊ ഞാൻ ടീച്ചറിന് എത്ര കറക്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയാനുള്ള കാരണം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ ഞാന് നമ്പർ എടുത്തു, ടീച്ചറെ വിളിച്ചു. ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, ആ ടീച്ചറെ ഞാനാണ്, റാഫിയാണ്. നീ ഇവിടെ ഉണ്ടടാ, എന്തൊക്കെയാണ് വിശേഷം? ഞാൻ ചെയ്യുന്നുണ്ട് നെറ്റ്വർക്ക്, ടീച്ചർ ചോദിച്ചോണ്ട് വിളിച്ചാണ്. ഏതാ ചെയ്യുന്നത്? അപ്പൊ എന്റെ ഹസ്ബൻഡ് ഇതിന്റെ ആളാണ് പറയാ, ടീച്ചറെ ഹസ്ബൻഡ് നെറ്റ്വർക്കിന്റെ ആശാനാണ് പോലും. അപ്പൊ ഇതൊക്കെ ചെയ്യാം, അതുകൊണ്ട് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോ കോട്ടൊക്കെ അതിലാണല്ലോ പരിപാടി എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങനെ ആക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചർക്ക് ഒന്ന് കേട്ട് പോയിക്കൂടെ, ചെമ്മണ്ണൂരിന്റെ ആണോ? ചെമ്മണ്ണൂരിന്റെ ആണോ? ബോബിയുടേതാണോ? നല്ല നന്നാവുമല്ലോ, നീ ഇങ്ങോട്ട് വാ ഒന്ന് കേൾക്കാലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്ന സമയത്താണ് ഞാൻ വിചാരിച്ച ഹസ്ബൻഡിനോടാണ് പറയേണ്ടതെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ സമയത്താണ് ഹസ്ബൻഡ് മരണപ്പെട്ടു പോയ കാര്യം ഞാൻ അന്നേരം അറിയുന്നത്. ഞാൻ അവിടെ ഇരുന്ന് പ്ലാനൊക്കെ കൊടുത്തു, നന്നായിട്ട് സംസാരിക്കുന്നു. ടീച്ചർ ഇങ്ങനെ പ്ലാനല്ല, എന്റെ മുഖത്തേക്ക് നോക്കിക്ക, ഒരു ഗുണവും കഴിവില്ലാത്ത ഒരുത്തനല്ലേ ഈ പ്ലാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ടീച്ചറിന്റെ മുഖത്തേക്ക് നോക്കുക. അപ്പൊ അത് കഴിഞ്ഞപ്പോ ടീച്ചർ അവന്റെ ടീച്ചർ മകനുണ്ട് അവിടെ, അവനവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ് ടീച്ചർ പറഞ്ഞു,
ഒരു കാര്യം ചെയ്യാം, റാഫിയെ, ഞാൻ ചെയ്യുന്നില്ല, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്തോ, അത്യാവശ്യം ബോബിയുടെ അല്ലേ, കുഴപ്പമുണ്ടാവില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക, എന്ന് പറഞ്ഞിട്ട് അവന്റെ ഐഡിയ ആണ് തരുന്നത്. എന്നിട്ട് ടീച്ചർ പറഞ്ഞൊരു വാക്കുണ്ട്, എടാ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല, നിന്നെ വിശ്വസിച്ചിട്ട് മാത്രം കേട്ടോ ഞാൻ ഇവനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് ഒന്നും കഴിവില്ലാത്തവൻ അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്തെന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്ക് കൊണ്ട് ഇങ്ങനെ മാറ്റി പറയിക്കാൻ സാധിച്ചത് എൻ്റെ ഒരു അച്ചീവ്മെന്റ്സ് ആണ്. ഒരു മീറ്റിംഗിൽ പറഞ്ഞ സമയത്ത് ഞാൻ ടീച്ചറുടെ പേര് പറഞ്ഞില്ല, അപ്പൊ ടീച്ചർ പറഞ്ഞ പേര് പറയും, ഇതെനിക്ക് ഞാൻ അർഹനാണത് കേൾക്കാൻ, അതുകൊണ്ട് നീ പേര് ധൈര്യത്തിൽ പറഞ്ഞോ എന്ന് പറഞ്ഞത് കൊണ്ടാണ്, മീറ്റിംഗിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് പേര് പറഞ്ഞത്. പെർമിഷനോട് കൂടി തന്നെയാണ് ടീച്ചറുടെ പേര് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ഓസ്കാർ കിട്ടിയ പോലെയാണ്. എൻ്റെ ഉമ്മയ്ക്ക് അസുഖം ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ഞാൻ വിളിക്കുന്ന സമയത്ത് വരാറില്ല. അപ്പം വരണം എന്നുണ്ടെങ്കിൽ നിന്റെ ജ്യേഷ്ഠൻ ഓട്ടോ ആയിട്ട് വരണം, അല്ലെങ്കിൽ വരാറില്ല. കാരണം അന്ന് എൻ്റെ ഏട്ടൻ ഓട്ടോ ഓടിക്കാറുണ്ട്, ഗൾഫിൽ വന്നാലും ഓട്ടോ ഓടിക്കാറുണ്ട്. അപ്പൊ മൂപ്പര് എന്ത് ഫാമിലിയിൽ ബന്ധപ്പെട്ട കല്യാണം ഉണ്ടെങ്കിൽ ഏട്ടൻ വരണം, അപ്പം വരും. എല്ലാവരും വിളിക്കുന്ന സമയത്ത് ഉമ്മ പറയണേ ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ വയ്യ എന്ന് എപ്പോഴും. ഓട്ടോ വിളിച്ച് വന്നാലും ചിലപ്പം പറയും എനിക്ക് വയ്യ വയ്യ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊരു കാര്യം, വയ്യാത്തത് കൊണ്ടാണ് എന്ന് ഇങ്ങ് വിശ്വസിച്ചു പോയി. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ള കാര്യം, നിങ്ങൾക്കും ഉണ്ടാവും ഒരു അച്ഛനും അമ്മയൊക്കെ, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങൾക്കും വരാൻ മടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അവർക്ക് വരാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അതിന്റെ ചിന്ത എനിക്ക് വന്നിട്ടുള്ളത്, ഞാൻ ഒരു വണ്ടി വേണമെന്ന് എപ്പോഴും വണ്ടി വരാനുള്ളൊരു കാരണം എനിക്കൊരു ഇൻസൾട്ടിങ് വന്നുകൊണ്ടാണ്. ഞാൻ ജോലി ചെയ്ത ബോസിന്റെ മരുമകൻ കിയ വണ്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഇതേപോലെ അന്ന് വണ്ടിയൊക്കെ പഠിച്ച ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, പുതിയ വണ്ടിയാണ്, അത് നോട്ടാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബോസിന്റെ വാഗണറൊക്കെ എടുത്ത് എപ്പോഴും പോകാറുണ്ട്. ബോസിന്റെ ഭയങ്കര കട്ട ഫാനാണ് എന്റെ മുതലാളി. പക്ഷെ അവരുടെ മരുമകൻ ഭയങ്കര ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണ്. എന്താ പറയാ, ഒരു ന്യൂജനാണെങ്കിലും പ്രത്യേക ക്യാരക്ടറാണ്, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അങ്ങനത്തെ ക്യാരക്ടറാണ്. അവൻ വന്നപ്പോഴാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. അപ്പം ഈ വണ്ടി ചോദിച്ച സമയത്ത് എങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഷിനോ സാറെ പോയി പറഞ്ഞു, ഷിനോ സാറെ ഞാൻ അങ്ങനെ വണ്ടി പുതിയ ഇറക്കി, ഞാൻ ചോദിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അത് അവൻ ഷിനോ സാർ അത് മനസ്സിൽ വെച്ചു. ഞാൻ വണ്ടി വേണമെന്ന് പറഞ്ഞ സമയം എനിക്ക് റൈഡർ ഫണ്ട് കിട്ടിയ സമയത്ത് തന്നെ ഇവൻ എന്ത് ചെയ്യുന്നത്, എന്നെയും കൊണ്ട് ഇങ്ങനെ കിയയിലേക്ക് എന്നെ പോയി. ഞാൻ പറഞ്ഞു ഈ വണ്ടി എനിക്ക് വേണ്ട സാർ, എത്രയും വൈകി, എനിക്ക് ചെറിയ എന്ത് വണ്ടിയാണ്. ഇവൻ സമ്മതിച്ചില്ല. ഇവൻ അവിടെ കൊണ്ടുപോയി എനിക്ക് അവിടെ 25,000 രൂപ കൊടുത്ത് നമ്മളൊരു ജസ്റ്റ് ഒന്ന് സെറ്റാക്കി പോന്നു. പിന്നെ എനിക്ക് അന്ന് ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ടെൻഷൻ അടിച്ച് ഞാൻ ഉറങ്ങിയില്ല. ഇത്രയും പൈസ 15 ലക്ഷം രൂപയുടെ വണ്ടി ഞാൻ എങ്ങനെ കൊടുക്കും, ടെൻഷൻ അടിച്ചിട്ട് ഞാൻ പിറ്റേന്ന് ഈ ചെങ്ങാനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വണ്ടി വേണ്ട, പൈസ തിരിച്ചു തരുമോ ചോദിച്ചു. പക്ഷെ ഷിനോ സാറിന് അറിയാം ഞാനത് തിരിച്ചു ചോദിക്കുന്ന അറിയുന്നതുകൊണ്ട് ഷിനോ സാർ പറഞ്ഞു ഇവൻ എന്തിനു വിളിച്ചാലും ശരി എന്നെ അറിയിക്കണം എന്നുള്ളത്. ഈ ചെങ്ങ അതേപോലെ തന്നെ ഷിനോ സാറ് പറഞ്ഞു, ഷിനോ സാറിനെ വിളിച്ച് എന്നെ അപമാനിക്കരുത്, വണ്ടി എടുത്തേ പറ്റൂ എന്നുള്ളത്. അങ്ങനെ എന്നെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ഈ വണ്ടി എടുപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ 5 ലക്ഷം രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ഫിജി കടന്ന് കിട്ടിയ പൈസയൊക്കെ സുരുക്കൂട്ടി ഇത് ഞങ്ങൾ വാങ്ങുന്നത്. അങ്ങനെ 10 ലക്ഷം രൂപയുടെ വണ്ടി ഞങ്ങൾ വാങ്ങിച്ചു. ആ വണ്ടി വാങ്ങിച്ചു ആ വണ്ടി ഇന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള. പക്ഷെ വണ്ടി ഇറങ്ങിയ സമയത്താണ് ഞാൻ ലോകത്ത് ഏറ്റവും വലിയ സത്യം മനസ്സിലാക്കിയ കാര്യം. വണ്ടി ഇറങ്ങുന്ന സമയത്ത് എന്റെ പാർട്ട്നേഴ്സ്, നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയത് റാഫി ഫിജി കടന്നുണ്ടാവും, വമ്പ സംഭവമായിട്ടത്. എന്റെ ടീം എനിക്ക് വന്ന ട്രീറ്റ് വലിയ ട്രീറ്റ് തന്നെയാണ്. കാരണം ഇന്നേ വരെ ഫിജികൾ അങ്ങനത്തെ ഒരു ലോഞ്ചിങ് ഉണ്ടെന്ന് അറിയില്ല, എനിക്ക് സംശയമാണ്. കാരണം പല കളർ ബലൂണുകൾ മുകളിലേക്ക് പറപ്പിക്കുന്നു. ഇപ്പൊ ഷിനാമ്പയുടെ ഫുൾ പവർ ഇട്ടു മെടക്ക് ഉണ്ടായിരുന്ന സമയത്ത്, അതുപോലെ ഫുള്ള് ബാൻഡിങ്, ഡാൻസ്, ടീം മൊത്തം വൈറ്റ് ഡ്രസ്സിൽ വമ്പ സംഭവം. ഞാൻ തന്നെ അതിശയിച്ചു പോയി. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ആ DSM റാങ്കാന്ന് തോന്നുന്നു അന്ന്. അപ്പം വലിയ രീതിയിലേക്ക് അവിടെ ഓളങ്ങളായിരുന്നു. അപ്പൊ അന്ന് എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു, എൻ്റെ വൈഫ്, മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വലിയ സന്തോഷത്തോടു കൂടിയായിരുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര ആവേശം, എൻ്റെ ജ്യേഷ്ഠനായിക്കോട്ടെ എല്ലാവർക്കും സ്വന്തം ഭയങ്കര ആവേശമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഉമ്മ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ ഉമ്മയെ എഴുന്നേറ്റ് ലാസ്റ്റ് ഒക്കെ ലോകത്തൊക്കെ കഴിഞ്ഞ് ഞാൻ ഉമ്മയെ എണീച്ച് ഞാൻ ഉമ്മനെ കെട്ടിപ്പിടിച്ചു. ഉമ്മ പറഞ്ഞു ഉമ്മ എന്റെ വണ്ടിയാണ് കയറി ഇരിക്കുന്നു പറഞ്ഞു. ആ ഉമ്മന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് എനിക്കൊരു ഓസ്കാർ പോലെയാണ്. ഉമ്മ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, എടാ മോനെ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇനി എനിക്ക് എല്ലാ സ്ഥലത്തേക്കും എനിക്ക് വരാലോ എന്ന് പറഞ്ഞു. ഉമ്മ പറയാ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇനി എനിക്ക് എല്ലാ സ്ഥലത്തേക്കും നിന്റെ കൂടെ വരാലോ. അപ്പൊ ഞാൻ ചിന്തിച്ചു, എൻ്റെ ഉമ്മയ്ക്ക് വരാൻ പറ്റാത്തത് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ മക്കൾ എന്ന നിലയിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള ഒരു സത്യം അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്കും ഉണ്ടാവും ഒരു പാരൻസ് വരില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഇത് മറച്ചു വെക്കുന്നത് എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അവർ പല ആഗ്രഹങ്ങളും നമ്മളോട് പറയാത്തത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അത് സത്യമാണ്. കാരണം അവർ നോക്കുന്നത്
നമ്മുടെ മുഖത്തേക്കായിരിക്കും, നമ്മുടെ പോക്കറ്റിലേക്കല്ല. നമ്മൾ അച്ഛനും അമ്മയും നോക്കുക നമ്മുടെ മുഖത്തേക്കാണ്, പോക്കറ്റിലേക്കല്ല. അതുകൊണ്ട് നമ്മുടെ മുഖത്തിലൂടെ നമ്മളെ സന്തോഷം വിഷമം അവർ മനസ്സിലാക്കുന്നതിൽ ഒരു സംശയം വേണ്ട. അതുള്ള ആളുകൾ ഉണ്ടെങ്കിൽ സംരക്ഷിച്ചോളി. നഷ്ടപ്പെട്ട വലിയ വേദനയാണ്. അവർക്ക് വേണ്ട സന്തോഷങ്ങൾ കൊടുക്കാൻ സാമ്പത്തികമായിട്ടും പറ്റണം എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ്. ഈ സംഭവം ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എല്ലാവരോടും പറഞ്ഞു. അന്ന് ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് പോയത് ഉമ്മയുടെ ഒരു ജ്യേഷ്ഠൻ അസുഖമായി കിടക്കുന്നുണ്ട്, അവരെ കാണാനാണ്. അങ്ങനെ പിന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയായി യാത്ര ചെയ്യാൻ. പക്ഷെ മിറാക്കിൾ പടച്ചോൻ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. കാരണം പിന്നീട് നമ്മളെ കുടുംബത്തിലേക്ക് 3 വണ്ടി വന്നുള്ളൂ. എന്റെ ജ്യേഷ്ഠൻ വണ്ടി എടുത്തു, എന്റെ സിസ്റ്റർ വണ്ടി എടുത്തു, ഞാനും വണ്ടി എടുത്തു. ഫിജിക്കാട് ഞങ്ങൾ 3 വണ്ടി തന്നു. അത് ഫിജിക്കാട് തന്നെയല്ല, നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട്, ഫിജിക്കാടിലെ പൈസ കൊണ്ട് നമ്മൾ ഒരു ഗഡ്സിന്റെ പുറത്ത് വാങ്ങിയതാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ആവേശത്തോടു കൂടി വാങ്ങിയതാണ്. അത് മാത്രവുമല്ല, ഫിജിക്കാട് സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ തന്നെ ബിസി ആക്കിയതാണ്. അറിയാം, 10ാമത്തെ റാങ്കിൽ 5 ലക്ഷം കിട്ടുള്ളൂ. ഞാൻ റാങ്കിൽ എത്തിയിട്ടില്ല. ഞാൻ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ്. കാരണം ഫിജി കാർഡിലൂടെ എല്ലാ മാസവും അടച്ചു പോകുന്നുള്ള കോൺഫിഡന്റ് ഫിജി കാർഡിൽ എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള ഊർജ്ജത്തിന് വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഇന്ന് എൻ്റെ ഉമ്മയ്ക്ക് അന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് ഉമ്മക്ക് ഏത് കാറിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഫിജി കാർഡ് എന്നിട്ടുള്ളത്. കാരണം ഒരാളെ കയറി ഒരാൾക്ക് വിഷമാണ്. ആ രീതിയിലേക്ക് ഇന്ന് ഫിജി കാർഡ് മാറിയിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടി എന്നുള്ളതല്ല, ആ സാഹചര്യത്തിലേക്ക് എൻ്റെ ഉമ്മ എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നല്ല ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ മക്കളെ ഇന്ന് കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കാൻ സാധിക്കും. കോഴിക്കോട് ഫേമസ് സ്കൂളാണ്, അവിടെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ബിസി ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ഏറ്റവും കാര്യം പറയുന്നുള്ളൂ, നമ്മളെ എവിടെയാണ് എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇപ്പോഴും ഉണ്ടാവും നമ്മൾ ഭൂമിയിൽ ഉണ്ടാവാൻ കാരണക്കാരായിട്ടുള്ളവരെയും നമ്മൾ കാരണം ഇന്ന് ഭൂമിയിലേക്ക് പിറവി എടുത്തിട്ടുള്ളവരെയും സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ലൈഫ് കൊണ്ടും ഒന്നും പ്രയോജനമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. നന്നായി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും എന്ന് പറയാറുണ്ട്. എനിക്ക് സ്ത്രീകളോട് ഒരു കാര്യം കൂടി ഉണർത്തിക്കൊണ്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യാന്നുള്ളതാണ്. പ്രിയപ്പെട്ട എൻ്റെ ഗ്രേറ്റ് വനിതാ ലീഡേഴ്സ്, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് കഴിവുകൾ ഇല്ലാതായി പറയുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ വീട്ടമ്മമാരായി മാറുന്നത് കൊണ്ടാണ് നിങ്ങൾ കഴിവില്ലാതായി പോയി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അവിടെയും സ്പേസ് ഉണ്ട്. നന്നായിട്ട് നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, സ്വന്തം ഭർത്താവിൻ്റെ കീശയിൽ നിന്നും പണം വാങ്ങിയിട്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഒരു തോട്ട് മാറ്റിയിട്ട് സ്വന്തം അധ്വാനിച്ച പൈസ കൊണ്ട് ഒരു നേരം അവരെ കാണാൻ പോകുന്ന സമയത്ത് മരുന്ന് വാങ്ങിക്കോ അമ്മേ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1000 രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് സഹായിക്കട്ടെ എന്ന് പറയുന്ന വലിയൊരു തോട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ട് ഇത് ചെയ്യുന്ന ആളുകൾക്ക് വലിയ സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്ത് നെഗറ്റീവ് ഇല്ലാത്ത മനുഷ്യന്മാരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട്. ഈ പറഞ്ഞ എനിക്ക് നെഗറ്റീവ് ഉണ്ട്. പക്ഷേ നമ്മൾ മറക്കുന്ന ഒരു സത്യമുണ്ട്, ഏതൊരു നെഗറ്റീവുള്ള വ്യക്തികൾക്കും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വറീഡ് ആവുക, അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക. കാരണം ഈ കൺസെപ്റ്റിനും ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്. അതിൽ മാത്രം ഉറച്ചു വിശ്വസിക്കുക. പലരും പല വഴിക്ക് പോകും, പലരും പലതും ഈ നുണക്കഥകൾ പറയും, പലരും പലതിലേക്കും വിളിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എവിടെയുണ്ടോ അവിടെ പണിയെടുത്താൽ മാത്രമേ നമ്മൾക്ക് ഇൻകം കിട്ടൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരും എവിടേക്ക് വിളിച്ചാലും ഒന്നും തരില്ല. എവിടെയാണെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അപ്പൊ നന്നായി വർക്കൗട്ട് ചെയ്യാനുള്ള സ്പേസ് ഫിജി കടന്ന മണ്ണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ശോഭിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് മാത്രം പറയുന്നുണ്ട്. ഇത്രയും ആടെ എൻ്റെ ലൈഫ് സ്റ്റോറി പറയാൻ സാധിക്കും സന്തോഷം. എന്നെ കേട്ടിട്ടുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. അതുപോലെ ഏറ്റവും കാര്യം പറയുന്നുള്ളൂ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും എപ്പോഴും ഉൾപ്പെടുത്തണം. അതുപോലെ എൻ്റെ പ്രാർത്ഥന നിങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഫിജിക്കാട് ചെയ്യുന്ന എല്ലാവർക്കും ഭാവിയിൽ വലിയൊരു അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്, സക്സസ് പറയുന്നു. താങ്ക് യു രഞ്ജിത്ത് സാർ.